ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ദേവുട്ടി പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ന്യൂ ഇയറിന് പുറത്ത് എവിടെയും പോകണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കനും ചിക്കൻ ഫ്രൈയും കുറച്ച് നൂഡിൽസും പിന്നെ പൊറോട്ട വെളിയിൽ നിന്നും മേടിക്കാമെന്ന് കരുതി. അത്ര തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചാൽ തീരില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഉണ്ടാക്കിയാൽ പോലെ നമ്മൾ രണ്ടുപേരും ദേവുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ മതി. അതിപ്പോൾ ബട്ടർ ചിക്കനിലോട്ടുള്ളതും അതുപോലെ തന്നെ നൂഡിൽസിലോട്ടുള്ള ചിക്കനും ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനും എല്ലാം ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നൂഡിൽസിലോട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ബട്ടർ ചിക്കനിലുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചു കേട്ടോ. ബട്ടർ ചിക്കനിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങ് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് എല്ലാത്തിലോട്ടുള്ളതും കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ന്യൂ ഇയറിന് നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ 12 മണിക്ക് ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെ ന്യൂ ഇയറിന്. സത്യം പറഞ്ഞാൽ പുറത്തെവിടെയും പോവാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം പുറത്തൊക്കെ പോയിട്ട് വെടിക്കെട്ടിനുള്ളിലൊക്കെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ദേവൂട്ടിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് അവൾക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അങ്ങനെ പോകണ്ടെന്ന് കരുതി കേട്ടോ. അപ്പം ഞാൻ നൂഡിൽസിലോട്ടുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് എല്ലാം കൂടെ ഒന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇതൊന്നും ഒരു 2 മിനിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇടുന്നത്. കാരണം ക്യാപ്സിക്കം നേരത്തെ തന്നെ ഇട്ടാൽ നന്നായിട്ട് വെന്ത് പോകും. അതുകൊണ്ട് തന്നെ അത് 2 മിനിറ്റ് ആക്കിയതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ട് വെന്ത് കുഴയാണ്ട് തന്നെ ഒരു മീഡിയം പാകത്തിലാകുമ്പോൾ തന്നെ ഇതുപോലെ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലെല്ലാം ഒരു റെസിപ്പി പോലെ ഒന്നും ചെയ്യുന്നില്ല. ന്യൂ ഇയർ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ. എല്ലാത്തിനും റെസിപ്പി ആയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ന്യൂ ഇയറിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മുഴുവനായിട്ട് വഴഞ്ഞു പോവാണ്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അതെല്ലാം വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലോട്ട് സോസ് ഒഴിക്കാം. ഞാനിപ്പോൾ ചില്ലി സോസും അതുപോലെ തന്നെ സോയാ സോസും മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ 2 സോസും ചിക്കനും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എഗ്ഗും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എഗ്ഗും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ചിലപ്പോൾ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് ഇടാഞ്ഞത്. ചിക്കനും ഈ 2 സോസ് മാത്രം ആക്കിയിട്ടാണ് നൂഡിൽസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. നൂഡിൽസ് പിന്നെ നേരത്തെ തന്നെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവൂട്ടിക്ക് ഒരു ഇഷ്ടമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയാലും എനിക്കും ദേവൂട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ നൂഡിൽസ് കഴിക്കാനായിട്ടും. ഇതുപോലെ ചിക്കൻ നൂഡിൽസ് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞ് മേടിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് നൂഡിൽസും കൂടെ അങ്ങ് ആക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞങ്ങൾ മാത്രമേ ആയതുകൊണ്ട് കഴിക്കൂല. ഇത് തന്നെ കുറച്ച് ബാക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉണ്ടാക്കുകയില്ല. അപ്പോൾ അവളെ ഇഷ്ടത്തിനും കുറച്ച് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ആയപ്പോൾ തന്നെ പുള്ളിക്കാരി എടുത്ത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് സോയാ സോസും കുറച്ച് ചില്ലി സോസും, നമുക്ക് അങ്ങനെ എരിവ് പറ്റൂല. അതുകൊണ്ട് തന്നെ കുറച്ച് ചില്ലി സോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല, എരിവ് കൂടുമെന്ന് കരുതിയിട്ട് അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിനിടയിൽ അരുന്തേട്ടൻ വന്ന് സഹായിച്ചൊക്കെ തരുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതൊരു രസമാണ്. എല്ലാവരും കൂടെ കൂടി ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും കിച്ചണിലാവുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനൊരു മടുപ്പൊന്നും തോന്നൂല. അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോഴും നല്ല രസമായിരിക്കും ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഒരുപാട് പണിയെടുക്കുന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ഒരാളിത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ മറ്റേ ആൾ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി പണിയെടുത്തെന്ന് തോന്നുകയില്ല. പിന്നെ കഴിക്കാനാവുമ്പോഴും നമുക്കൊരു സംതൃപ്തിയാണ്. 2 ആളും കൂടെ ചെയ്തതാണല്ലോ, ഒരാൾ മാത്രം പണിയെടുത്ത് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം നൂഡിൽസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ആക്കാമെന്ന് കരുതിയിട്ടോ. വലിയ വലിയ പീസാണ് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നാറ്.
ചിക്കൻ ഫ്രൈയിലോട്ട് നമ്മൾ സാധാരണ നോർമൽ ഇടുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും തൈരും ഉപ്പും അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോഴേക്കും ദേവൂട്ടി നൂഡിൽസ് എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നൂഡിൽസ് ആകുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ കാശ്മീരി ചില്ലി ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ ഫ്രൈക്ക് ഇങ്ങനെ നല്ലൊരു കളറ് വരുന്നത്. പിന്നെ അതാവുമ്പോൾ ഒത്തിരി എരിവാവുകയില്ല, അപ്പം നല്ല കളറും കിട്ടും. ഇടയ്ക്ക് തന്നെ ഞാൻ ബട്ടർ ചിക്കനിലോട്ടുള്ള സവാളയും ഉള്ളിയും എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബട്ടറിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. കസൂരി മേത്തി ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ക്രീമും അങ്ങനെ ഒന്നും യൂസ് ആക്കാറില്ല, ക്രീമും ഉപയോഗിക്കാറില്ല. ഇത് മാത്രം ഇങ്ങനെ ഗ്രേവി ആക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറാട്ടോ. അതിന് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇനി ഈ പണിയും കൂടെ ഉള്ളൂ. ബട്ടർ ചിക്കനും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട്, ഗ്രേവി കുറച്ചായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഒന്നിട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് പോവരുത്, കുറച്ചൊരു പാകത്തിന് എടുത്താൽ മതി. അപ്പോഴേ അതിൽ കിടക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ ചിക്കൻ പീസൊക്കെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇട്ടിട്ട് ചിക്കൻ പീസൊക്കെ നന്നായിട്ട് അതിൽ കോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അരവിന്ദേട്ടൻ പോയിട്ട് പൊറോട്ട വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ന്യൂ ഇയർ ഒക്കെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി ആഘോഷിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതാണ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ വെറുതെ വേസ്റ്റായി പോകും. ഇത് തന്നെ കുറച്ച് ബാക്കി ബാലൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴേക്കും അരുന്തേട്ടൻ പൊറോട്ടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പ്ലേറ്റിലിട്ട് വെക്കുകയാണ്. ദേവുട്ടി പൊറോട്ട കൊണ്ടുവരാൻ പോകുന്ന ഗ്യാപ്പിൽ അവൾക്ക് ഭയങ്കര ക്ഷമയില്ലാണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നൂഡിൽസ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ കഴിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴാണ് അച്ഛൻ വരുന്നതെന്ന് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ. കക്കരിക്കയും കൂടെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ച് ന്യൂ ഇയർ ആഘോഷിച്ച് അങ്ങനെ കിടന്നുറങ്ങിയിട്ട്. അത് ഞങ്ങൾ ചെറിയൊരു ന്യൂ ഇയർ ആഘോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.